ഇന്ന് 82 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 53 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 19 പേരുണ്ട്. 5 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായി. 5 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. അതിലൊരാളുടെ ഹിസ്റ്ററി വ്യക്തമാകുന്നതേയുള്ളൂ. 24 പേര് ഇന്ന് കോവിഡ് മുക്തരായി. ഇന്ന് നെഗറ്റീവായത് തിരുവനന്തപുരം 6, കൊല്ലം 2, കോട്ടയം 3, തൃശ്ശൂർ 1, കോഴിക്കോട് 5, കണ്ണൂർ 2, കാസർഗോഡ് 4, ആലപ്പുഴ 1. ഇതാണ് നെഗറ്റീവായ നില. പോസിറ്റീവായത് തിരുവനന്തപുരം 14, മലപ്പുറം 11, ഇടുക്കി 9, കോട്ടയം 8, ആലപ്പുഴ 7, കോഴിക്കോട് 7, പാലക്കാട് 5, കൊല്ലം 5, എറണാകുളം 5, തൃശ്ശൂർ 4, കാസർഗോഡ് 3, കണ്ണൂർ 2, പത്തനംതിട്ട 2. ഇന്ന് 4004 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 1494 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 632 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,60,304 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1440 പേരാണ് ഇവരിൽ ആശുപത്രികളിലുള്ളവർ. ക്വാറന്റൈനിൽ 1,58,861. 241 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ പരിശോധനക്കയച്ച സാമ്പിളുകൾ 73,712 ആണ്. ഇതിൽ രോഗബാധ ഇല്ല എന്ന് ഉറപ്പാക്കിയത് 69,606 ആണ്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 16,711 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 15,264 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 128ആയി. വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളിൽ ഈ ഘട്ടത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും കൊണ്ടുവരാനും അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇതനുസരിച്ച് പുറത്തുനിന്ന് ദിവസേന ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വൈദ്യപരിശോധന, അതിനുശേഷം ക്വാറന്റൈൻ, വിദേശത്തെത്തിയവർക്ക് ക്വാറന്റൈൻ കഴിയുമ്പോൾ സ്രവപരിശോധന, പോസിറ്റീവ് ആവുന്നവർക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും,
വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ നിരീക്ഷണം, വൃദ്ധർക്കും രോഗികൾക്കും പ്രത്യേക ശ്രദ്ധ, ഇതൊക്കെ നാം ചിട്ടയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ രോഗമുള്ളവരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട്. എന്നാൽ സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നതിൻ്റെ തോത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെയ് 7 മുതലാണ് വിദേശത്ത് നിന്ന് വന്ദേ ഭാരത് പരിപാടി പ്രകാരം ഫ്ലൈറ്റുകൾ വരാൻ തുടങ്ങിയത്. ജൂൺ 2 വരെ 140 ഫ്ലൈറ്റുകൾ വന്നു. 24,333 പേരാണ് വിമാനം വഴി വന്നത്. ഇതുകൂടാതെ 3 കപ്പൽ വഴി 1488 പേരും വിദേശത്ത് നിന്നെത്തി. മൊത്തം 25,821 പേരാണ് വിദേശത്ത് നിന്നെത്തിയത്. വന്ദേ ഭാരതത്തിൻ്റെ ഭാഗമായി ഫ്ലൈറ്റുകൾ വരുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഒരു ഫ്ലൈറ്റും വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, കേന്ദ്ര വിദേശ മന്ത്രാലയം ചോദിച്ച എല്ലാ ഫ്ലൈറ്റിനും അനുമതി നൽകിയിട്ടുമുണ്ട്. വന്ദേ ഭാരതത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ജൂൺ മാസം ഒരു ദിവസം 12 ഫ്ലൈറ്റ് ഉണ്ടാകുമെന്നാണ് വിദേശ മന്ത്രാലയം പറഞ്ഞത്. സംസ്ഥാനം അതിന് പൂർണ്ണ സമ്മതം അറിയിച്ചു. അതുപ്രകാരം ജൂണിൽ 360 ഫ്ലൈറ്റുകളാണ് വരേണ്ടത്. എന്നാൽ ജൂൺ 3 മുതൽ 10 വരെ 36 ഫ്ലൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം കേരളം അനുമതി നൽകിയ 324 ഫ്ലൈറ്റുകൾ ജൂൺ മാസത്തിലേക്ക് ഇനിയും ഷെഡ്യൂൾ ചെയ്യാനുണ്ട് എന്നാണ്. കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ കുറ്റപ്പെടുത്താനാവില്ല. രാജ്യമാകെ ബാധകമായ വലിയൊരു ദൗത്യമായതുകൊണ്ട് ഒന്നിച്ച് ഒരുപാട് ഫ്ലൈറ്റുകൾ അയച്ച് ആളുകളെ കൊണ്ടുവരുന്നതിന് പ്രയാസമുണ്ടാകും. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ അനുമതി നൽകിയതിൽ ബാക്കിയുള്ള 324 ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകാൻ ഒരുക്കമാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം സർക്കാർ ചെയ്യും. വന്ദേ ഭാരത് മിഷനിൽ ഇനി എത്ര ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകണമെന്ന് വിദേശ മന്ത്രാലയത്തോട് നാം ചോദിച്ചിട്ടുണ്ട്. ഈ വിവരം കിട്ടിയാൽ അത്രയും ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വന്ദേ ഭാരത് പരിപാടിയിൽ പെടാതെയുള്ള 40 ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വിദേശ മന്ത്രാലയത്തിന് കേരളം അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ജൂൺ 2 വരെ 14 ഫ്ലൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തത്. അനുമതി നൽകിയതിൽ 26 ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇനിയും ഷെഡ്യൂൾ ചെയ്യാനുണ്ട്. അത് പൂർത്തിയായാൽ
ഇനിയും ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ കേരളം തയ്യാറാണ്. ഇതുവരെ ഒരു ഫ്ലൈറ്റിനും സംസ്ഥാനം നോ പറഞ്ഞിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ കൊണ്ടുവരുന്നതിന് തൊഴിലുടമകളോ ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനകളോ വിമാനം ചാർട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു തടസ്സവും സംസ്ഥാനം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ യാത്രക്കാരിൽ നിന്ന് പണം ഈടാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിന് സർക്കാർ നിബന്ധന വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, വിമാന നിരക്ക് ഏകദേശം വന്ദേ ഭാരത് നിരക്കിന് തുല്യമായിരിക്കണം. 2, സീറ്റ് നൽകുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ വരുന്നവരെ ആദ്യം പരിഗണിക്കണം. മുൻഗണനാ വിഭാഗം ഏതാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ, വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞവർ, ഗർഭിണികൾ, മറ്റ് രോഗങ്ങളുള്ള വയോധികർ, കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ കുട്ടികൾ, ഇത്തരക്കാർക്കാണ് മുൻഗണന നൽകേണ്ടത്. മറ്റ് വ്യവസ്ഥകളൊന്നുമില്ല. ഈ 2 നിബന്ധനകൾ തന്നെ പ്രവാസികളുടെ താൽപ്പര്യം പരിഗണിച്ചുമാണ്. അതിനിടെ ചില സ്വകാര്യ വിമാന കമ്പനികൾ പ്രവാസികളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് അനുമതി ചോദിച്ചിട്ടുണ്ട്. അതിനും സർക്കാർ അനുമതി നൽകുന്നതാണ്. ഇപ്പോൾ സ്പൈസ് ജെറ്റിന് കേരളത്തിലേക്ക് 300 ഫ്ലൈറ്റിന് അനുമതി നൽകിയിട്ടുണ്ട്. ഒരു ദിവസം 10 എന്ന തോതിൽ ഒരു മാസം കൊണ്ടാണ് ഇത്രയും ഫ്ലൈറ്റ് വരിക. COVID-19 ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആകുന്നവരെയാണ് കൊണ്ടുവരിക എന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചിട്ടുണ്ട്. ഇത് സ്പൈസ് ജെറ്റ് ഏർപ്പെടുത്തിയ നിബന്ധനയാണ്. സ്പൈസ് ജെറ്റിന് അനുമതി നൽകിയ 300 ഫ്ലൈറ്റിന് പുറമെ അബുദാബിയിലൊരു സംഘടന 40 ചാർട്ടേഡ് ഫ്ലൈറ്റിന് അനുമതി ചോദിച്ചു. അതും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 41 ലക്ഷം കുട്ടികളാണ് 1 മുതൽ 12ാം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായുള്ളത്. +1 വിദ്യാർത്ഥികൾ ഉൾപ്പെടാതെയുള്ള കണക്കാണിത്. +1 പ്രവേശനം നടന്നിട്ടില്ല. ജൂൺ മാസം കുട്ടികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തു. ഈ പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ക്ലാസ്സുകൾക്കുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയത്. വിക്ടേഴ്സ് ചാനൽ വഴിയും വിക്ടേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയും കുട്ടികളെ പഠിപ്പിക്കുക എന്തായിരുന്നു തീരുമാനം. അതിൻ്റെ ഭാഗമായി ജൂൺ 1 ഓൺലൈൻ പഠനം ആരംഭിച്ചു. വലിയ സ്വീകാര്യതയാണ് ഓൺലൈൻ പഠനത്തിന് ലഭിച്ചത്. പല ക്ലാസ്സുകളും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവിൽ സമൂഹം അറിഞ്ഞ കാര്യമാണത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായാണ് ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. 41 ലക്ഷം കുട്ടികളെയും
ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുന്നിലുണ്ടായത്. ഓൺലൈനെ സംബന്ധിച്ച് തീരുമാനമെടുത്തപ്പോൾ തന്നെ എത്രത്തോളം കുട്ടികൾക്ക് ഓൺലൈൻ സാധ്യമാകും എന്ന പരിശോധനയും വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു. അധ്യാപകർ തന്നെ കുട്ടികളും രക്ഷിതാക്കളുമായി ബന്ധപ്പെടാനും പരിശോധന നടത്താനുമായിരുന്നു തീരുമാനിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഈ 41 ലക്ഷത്തിൽ 2,61,784 കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് ഈ 2,61,784 കുട്ടികളും ഓൺലൈൻ സംവിധാനത്തിനൊപ്പം ചേർത്ത് നിർത്തേണ്ടവർ തന്നെയാണ്. ഇവർക്കും പഠനം സാധ്യമാക്കാം എന്ന ഉറപ്പ് സർക്കാരിനുണ്ട്. ചില കുട്ടികൾക്ക് വീട്ടിൽ TV ഉണ്ടാകില്ല, മറ്റു ചിലർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകാത്ത കുട്ടികൾക്ക് സൗകര്യമേർപ്പെടുത്താൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അധ്യാപകർ, PTA, കുടുംബശ്രീ ഇങ്ങനെയെല്ലാം ഉള്ളവരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ പഠന സൗകര്യമൊരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ MLA-മാരുടെയും പിന്തുണ തേടിയിരുന്നു. ഭരണ പ്രതിപക്ഷ വേർതിരിവില്ലാതെ MLA-മാർ ഈ സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വായനശാല, അയൽപക്ക ക്ലാസുകൾ, പ്രാദേശിക പ്രതിഭാ കേന്ദ്രം, ഊര് വിദ്യാകേന്ദ്രം, സാമൂഹിക പഠനമുറികൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ ക്ലാസുകൾ കാണുന്നതിനുള്ള ക്രമീകരണമാണ് പുരോഗമിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. KSFE പോലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ തയ്യാറാക്കിയ വിവരം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് 500 TV സെറ്റുകൾ വാങ്ങി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുടെ സംപ്രേഷണ കാര്യത്തിലും എല്ലാവർക്കും പഠനം സാധ്യമാകുന്നതിനുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞിരുന്നതാണ്. ഇത്തരം കുട്ടികൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ ആദ്യത്തെ 2 ആഴ്ച ട്രയൽ സംപ്രേഷണമാണ്. അപ്പോഴേക്കും എല്ലാ കുട്ടികളെയും ഇതിൻ്റെ ഭാഗമാക്കാനാകും. ഓൺലൈൻ ക്ലാസ്സുകൾ വിദ്യാലയങ്ങൾ തുറക്കുന്നതുവരെയുള്ള താൽക്കാലിക പഠന സൗകര്യമാണ്. ഒരു മഹാമാരിയെ നേരിടുന്ന നാട് എത്ര കാലം കൊണ്ടാണ് പൂർവ്വസ്ഥിതിയിലാവുക എന്നുറപ്പിച്ച് പറയാൻ പറ്റാത്ത നിലയുണ്ട്.
ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, പഠനം എപ്പോഴും ക്ലാസ് മുറികളിൽ തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് അതിനവസരം വന്നാൽ അപ്പോൾ തന്നെ സാധാരണ നിലയിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കും. സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ വൈകാതെ പഠനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. ഇത് സ്കൂൾ പഠനത്തിന് ബദലോ സമാന്തരമോ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരമൊരു പരിപാടി കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്കും അനിവാര്യമാണെന്നാണ് വിലയിരുത്തിയത്. ഈ ലക്ഷ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കുട്ടികൾക്ക് വീണ്ടും കാണാൻ പറ്റുന്ന തരത്തിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിൽ ക്ലാസ്സുകളുടെ വീഡിയോ നൽകും. അതായത് മുഴുവൻ കുട്ടികൾക്കും ക്ലാസ് നഷ്ടമാകാതെ അധ്യയനം സാധ്യമാക്കാനുള്ള നടപടികൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് മലപ്പുറം ഇരുമ്പിളിയം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിക എന്ന കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുട്ടിയുടെ മരണം ഏറെ ദുഃഖകരമാണ്. മരണം സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ലഭ്യമാകാത്തതിനാൽ കുട്ടിക്ക് വിഷമമുണ്ടായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രാഥമികമായ അന്വേഷണം അനുസരിച്ച് സ്കൂളിലെ കുട്ടികളിൽ 25 പേർക്ക് ഇൻ്റർനെറ്റ്, TV സൗകര്യങ്ങളില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ദേവികയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ക്ലാസ് അധ്യാപകൻ കുട്ടിയെ വിളിച്ച് സംസാരിക്കുകയും ഇത് പരിഹരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇരുമ്പിളിയം പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ വെച്ച് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും കുട്ടികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് കർമ്മ പരിപാടികൾ തയ്യാറാക്കിയിരുന്നു. സ്കൂൾ PTA-യും കുട്ടികൾക്ക് ഇൻ്റർനെറ്റ്, TV സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. കൂടുതൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം കുറച്ചുകൂടി ഊന്നി പറയേണ്ടതുണ്ട്. ഇപ്പോൾ TV-യോ മൊബൈൽ ഫോണോ ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും ഒരു ക്ലാസ്സും നഷ്ടപ്പെടില്ല. 2 ആഴ്ച ട്രയലായി സംപ്രേഷണം ചെയ്യുന്ന പാഠഭാഗങ്ങൾ പിന്നീട് പുനഃസംപ്രേഷണം ചെയ്യും. അവസാനത്തെ കുട്ടിക്കും പഠിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത മൂലം ഓൺലൈൻ ക്ലാസിൻ്റെ പ്രയോജനം ലഭിക്കാത്ത ഇടുക്കി ജില്ലയിലെ കണ്ണമ്പടി, ഇടമലക്കുടി തുടങ്ങിയ ആദിവാസി ഊരുകളിൽ ഓഫ്ലൈൻ പഠന സൗകര്യമൊരുക്കും. സമഗ്ര ശിക്ഷാ കേരളമാണ് ഇത് നടപ്പാക്കുക. മറ്റ് പിന്നോക്ക കേന്ദ്രങ്ങളിലും ഇതേ പഠന സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. TV,
കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിൽ പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ, വായനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് സാങ്കേതിക സൗകര്യങ്ങളൊരുക്കും. അവിടങ്ങളിൽ കുട്ടികളെ എത്തിച്ച് ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമാക്കാനും സമഗ്ര ശിക്ഷാ കേരളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനമൈത്രി പോലീസ് മുഖേന നടപ്പാക്കുന്ന സോഫ്റ്റ്വെയർ അധിഷ്ഠിത ബീറ്റ് സംവിധാനമായ ബീറ്റ് ഇന്ന് 1 വർഷം പൂർത്തിയാക്കുകയാണ്. ക്വാറന്റൈനിൽ കഴിയുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ 13,64,891 വീടുകളിൽ ജനമൈത്രി പോലീസ് ഇതുവരെ സന്ദർശനം നടത്തി. ബീറ്റ് സംവിധാനം ഏർപ്പെടുത്താൻ ബാക്കിയുള്ള 120 പോലീസ് സ്റ്റേഷനുകളിൽ 3 മാസത്തിനകം ഇത് നിലവിൽ വരും. വിക്ടേഴ്സ് ചാനലിലൂടെ ഓൺലൈനിൽ ക്ലാസ്സുകളെടുത്ത അധ്യാപികമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവരെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. മാസ്ക് ധരിക്കാത്ത 2869 സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 24 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഫോടക വസ്തു കടിച്ച് ആന ചെരിഞ്ഞ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വിശദമായ അന്വേഷണത്തിനായി കോഴിക്കോട് നിന്നുള്ള വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പാക്കേജിൻ്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച 84,48,016 സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ റേഷൻ കടകൾ വഴി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. ആകെ 86,19,951 കിറ്റുകളാണ് റേഷൻ കടകൾക്ക് ലഭ്യമാക്കിയത്. 1,71,935 കിറ്റ് സ്റ്റോക്കുണ്ട്. 17 ഇനം പലവ്യഞ്ജനങ്ങൾ തുണിസഞ്ചിയിലാക്കിയാണ് വിതരണം ചെയ്തത്. ഒരു കിറ്റിൻ്റെ വിപണി വില 1,042 രൂപ 25 പൈസയാണ്. എന്നാൽ ഗോഡൗൺ, ലോഡിംഗ്, അൺലോഡിംഗ്, പാക്കിംഗ്, വിതരണം എന്നിവയ്ക്കെല്ലാം ചേർത്ത് സംസ്ഥാനത്തിന് വന്ന യഥാർത്ഥ ചെലവ് കിറ്റ് ഒന്നിന് 974 രൂപ 3 പൈസയാണ്. ആകെ ഈ ഇനത്തിൽ 850 കോടി 13 ലക്ഷം രൂപ ചെലവ് വന്നു. ഇക്കാര്യത്തിൽ വളണ്ടിയർമാർ വലിയ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. സമയബന്ധിതമായി കിറ്റ് വിതരണം പൂർത്തിയാക്കിയ ജീവനക്കാരെയും തൊഴിലാളികളെയും റേഷൻ കട ഉടമകളെയും വളണ്ടിയർമാരെയും അഭിനന്ദിക്കുന്നു. വളണ്ടിയർമാർ ഈ കിറ്റുകൾ തയ്യാറാക്കുന്നതിന് ഒരു സമയപരിധിയില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടപ്പാക്കുന്ന ജലജീവൻ പദ്ധതി 2024 പൂർത്തിയാക്കാനാകും. ഉദ്ദേശം 22,720 കോടി രൂപയാണ് ഇതിന് മൊത്തം ചെലവ്. ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി തുക വകയിരുത്തുന്ന പദ്ധതിയിൽ എല്ലാ ഗ്രാമവീടുകളിലും വെള്ളമെത്തിക്കാൻ
52,85,000 കണക്ഷൻ നൽകേണ്ടതായി വരും. ഗ്രാമപ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതാണ് ജലജീവൻ മിഷൻ പദ്ധതി. 2020-21 സാമ്പത്തിക വർഷത്തേക്ക് 880 കോടി രൂപയുടെ പദ്ധതി അടങ്കലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഗ്രാമപഞ്ചായത്തുകൾക്കായിരിക്കും പദ്ധതി നടത്തിപ്പിന് പ്രധാന ചുമതല. ഒന്നിലധികം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പദ്ധതിയാണെങ്കിൽ ഏകോപനത്തിനായി വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. പഞ്ചായത്ത് തല, ജില്ലാതല സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തും. കേരള തീരപ്രദേശത്തെ കടലിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. സംസ്ഥാനത്തെ അജൈവ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് കിൻഫ്രയുടെ കൈവശമുള്ള ഭൂമിയിൽ സാനിറ്ററി ലാൻഡ്ഫിൽ നിർമ്മിക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചു. പരിസ്ഥിതി വകുപ്പിൻ്റെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും അനുമതി. എറണാകുളം പെട്രോ കെമിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് ഫാക്ടറിയിൽ നിന്നും വാങ്ങിയതും കിൻഫ്രയുടെ കൈവശമുള്ളതുമായ 25 ഏക്കർ സ്ഥലമാണ് സാനിറ്ററി ലാൻഡ്ഫിൽ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുക. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജുകളിലെ വൈദ്യുതി വിഭാഗം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വൈദ്യുതി വിഭാഗത്തിൽ പുതുതായി ആരംഭിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ്, അതോടൊപ്പം തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, ആറ്റിങ്ങൽ എന്നീ സെക്ഷൻ ഓഫീസുകളുടെയും പ്രവർത്തനത്തിന് 43 ലൈൻമാൻ തസ്തികകൾ താൽക്കാലികമായി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ദേശീയപാത 45 മീറ്റർ വീതിയിൽ 4 വരിയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തി നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. പ്രവൃത്തിയുടെ പുരോഗതി ഇന്ന് വിലയിരുത്തി. സംസ്ഥാനത്ത് ആകെ 1782 കിലോമീറ്ററിലാണ് ദേശീയപാതയുള്ളത്. ഏകദേശം 40,000 കോടി രൂപ പദ്ധതിക്ക് ചെലവ് വരുമെന്നാണ് ദേശീയപാത അതോറിറ്റി കണക്കാക്കിയിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കലാണ് ഈ പദ്ധതിക്ക് വലിയ തടസ്സമായിരുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നല്ല വേഗത്തിലാക്കാൻ സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിവരുന്ന ചെലവിൻ്റെ 25% സംസ്ഥാനം വഹിക്കണമെന്ന നിബന്ധന കേന്ദ്രം കൊണ്ടുവന്നിരുന്നു. കേരളത്തിൻ്റെ വികസനത്തിന് പദ്ധതി അത്യന്താപേക്ഷിതമായതിനാൽ ഈ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് 25% സർക്കാർ നൽകുകയാണ്. കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കി ഈ ആവശ്യം നിറവേറ്റുകയാണ്. 358 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട്. മുക്കോലയിൽ നിന്ന് തമിഴ്നാട് അതിർത്തി വരെയുള്ള തിരുവനന്തപുരം ബൈപ്പാസ് ഈ വർഷം സെപ്റ്റംബറിൽ തീരും. 83% പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. വടക്കാഞ്ചേരി തൃശ്ശൂർ പാതയുടെ പ്രവൃത്തി 84% തീർന്നു. ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകും. നീലേശ്വരം ടൗണിനടുത്ത്
4 വരി റെയിൽ ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. 2021 ഫെബ്രുവരിയിൽ അത് പൂർത്തിയാകും. കഴക്കൂട്ടം ടെക്നോ പാർക്ക് എലിവേറ്റഡ് ഹൈവേ 2021 ഏപ്രിലിൽ തീരും. തലശ്ശേരി മാഹി ബൈപ്പാസ് 2021 മെയ്യിൽ പൂർത്തിയാകും. 51% പ്രവൃത്തി തീർന്നിട്ടുണ്ട്. 884 കോടി രൂപയാണ് ഈ ബൈപ്പാസിൻ്റെ ചെലവ്. തലപ്പാടി ചെങ്ങള 39 കിലോമീറ്റർ, ചെങ്ങള നീലേശ്വരം 37 കിലോമീറ്റർ. ഈ പാതകളുടെ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ചു. അടുത്ത മാസം പ്രവൃത്തി കരാറുകാരെ ഏൽപ്പിക്കും. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും പാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. സ്ഥലമെടുപ്പ് നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സ്റ്റാഫിനെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാതാ സ്ഥലമെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മറ്റ് ചുമതലകൾ നൽകുന്നത് ഒഴിവാക്കും. നേരത്തെ പറഞ്ഞപ്പോൾ ആദ്യ ഭാഗത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 832 പേരാണ്. 632 എന്ന് പറഞ്ഞോ എന്നൊരു സംശയം. അപ്പോൾ 832 പേരാണ് ആകെ ചികിത്സയിലുള്ളത്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ബെഫി 71,73,000 രൂപ, ആകെ നേരത്തെ നൽകിയതടക്കം 4,07,23,000 രൂപ. കെയർഫെഡ് 63,72,826 രൂപ. പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം. കെക്സ്കോൺ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ 25 ലക്ഷം. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം. ഉറങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ 10 ലക്ഷം. പള്ളിച്ചാൽ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 10 ലക്ഷം. സംസ്ഥാന ഫാർമസി കൗൺസിൽ 10 ലക്ഷം. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം ഉപദേശ സമിതി 10 ലക്ഷം. ആലപ്പുഴയിലെ ഫോമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് 6,28,327 രൂപ. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ജീവനക്കാർ 6 ലക്ഷം. തൃശ്ശൂരിലെ പൗരാണിക വേദ പാഠശാലയായ തൃശ്ശൂർ തെക്കേമഠം 50,000 രൂപ. ഇതോടൊപ്പം പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാലിൻ്റെ ഒരു കത്ത് കിട്ടിയിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ചില കലാകാരന്മാർ ഒരുക്കിയ ഒരു ഗാനം പ്രകാശിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മറുനാടുകളിൽ നിന്ന് ധാരാളമായി മടങ്ങിയെത്തുന്ന മലയാളികളെ ഇവിടുത്തെ പുതിയ ജീവിതശൈലികളിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഈ ഗാനം KS ചിത്ര, മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ, അശോകൻ, മധു ബാലകൃഷ്ണൻ, മനോജ് K ജയൻ എന്നിവരാണ് പാടിയിട്ടുള്ളത്. ശ്രീ മോഹൻലാലിൻ്റെ സ്വരവും ഇതിലുണ്ട്. ആർഭാടവും സ്വാർത്ഥതയും മാറ്റിവെച്ച് സാഹോദര്യത്തിൽ ഒരുമിക്കുക എന്നതാണ് ഗാനത്തിൻ്റെ സന്ദേശമെന്ന് മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലായി ഇരുന്ന് കലാപ്രവർത്തകർ തയ്യാറാക്കിയ ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ ശരത്താണ്. ചേരാവള്ളി ശശിയുടേതാണ് വരികൾ. ദൃശ്യ ചിത്രീകരണവുമുണ്ട്. പാരീസ് ലക്ഷ്മി, പള്ളിപ്പുറം സുനിൽ എന്നീ കലാപ്രവർത്തകരാണ്
ദൃശ്യത്തിലുള്ളത്. കോവിഡ് പ്രതിരോധ ഘട്ടത്തിൽ കലാപ്രവർത്തകർ പല വിധത്തിൽ സഹകരിക്കുന്നുവെന്ന് കാണുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനചിത്രം സന്തോഷപൂർവ്വം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.